ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ്. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുറേ മുന്നേ എടുത്ത വീഡിയോ ആണ്. ഡിസംബർ 15 എടുക്കുന്ന വീഡിയോ ആണിത്. ഇപ്പോഴാണ് ഒന്ന് വോയിസ് ഓവർ ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയത്. അപ്പോൾ ഇതാ ഇന്ന് സ്പെഷ്യൽ വീഡിയോ എന്ന് പറയാൻ കാരണം നമ്മളെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലാണ്. 16-ാം തീയതിയാണ് വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ 15-ാം തീയതി രാവിലെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം രാവിലെ തന്നെ രാത്രിക്കുള്ള KFCക്ക് സെറ്റാക്കാമെന്ന്. അപ്പോൾ രാത്രി നമ്മൾ KFC ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ഫ്രൈഡ് ചിക്കന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. KFC ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് എടുത്ത് പറയുന്നില്ല. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുക, ഒന്ന് പോയി കാണാം. അപ്പോൾ ഇതിലൊന്ന് നമ്മൾ സോക്ക് ചെയ്ത് വെക്കാണ് ചെയ്യുന്നത്, ബട്ടർ മിൽക്കൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ രാവിലെ നമ്മളൊരു ഉച്ച ടൈമായപ്പോൾ പുറത്തേക്ക് പോവാണ്. ഉമ്മാൻ്റെ പല്ലൊക്കെ കാണിക്കാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അറിയാൻ കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു കാരണം പറഞ്ഞിട്ട് നമ്മളവിടുന്ന് മുങ്ങാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇക്കയും ഉമ്മയും കൂടിയിട്ട് പല്ല് കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആൻറ്റിയും കൂടിയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ടൗണിൽ. അപ്പം നമ്മൾ ഫസ്റ്റ് ഷർട്ടൊക്കെ എടുത്തു. ഒരു ഷർട്ടും 2 ടീഷർട്ടും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ട് ഹാമ്പർ സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ പോയിട്ട് ഹാമ്പർ സെറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പം ഇവർ നല്ല നീറ്റിൽ തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ബഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിലാണ് അവർ സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഞാൻ ഇത് എന്തായാലും ഹാമ്പർ പിന്നെ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ടൈപ്പിലാണ് ആക്കിയത്. ഒരു വലിയ പൈസൻ്റെ ഹാമ്പറൊന്നുമല്ല, ചെറിയൊരു രീതിക്കുള്ള ഹാമ്പറാണ് ആക്കിയിട്ടുള്ളത്. പക്ഷേ അത് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു സർവീസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ റാപ്പ് ചെയ്തിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഫുള്ളി നല്ല നീറ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പരാഗിയിൽ പോയിട്ട് തുണിയെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തുണി എല്ലാ ടൈപ്പ് തുണിയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടാണ് തുണി എടുത്തിട്ടുള്ളത്. വോയിസ് ഓവർ ചെയ്യുന്ന ടൈമിൽ കുറച്ച് നോയ്സൊക്കെ ഉണ്ടാവും, ഈ മോളതാണ്. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ വരുത്തിന് ഷേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വീട്ടിൽ നിന്ന് കുടിച്ചു. പിന്നെ ഉപ്പാപ്പനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നൈറ്റ് ആയപ്പോൾ നമ്മൾ KFC ഫ്രൈ ചെയ്തു. ഏകദേശം 11:30 ആയപ്പോഴാണ് KFC ഫ്രൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ 12 മണിയൊക്കെ പിറ്റേ ദിവസമായല്ലോ. അപ്പോൾ ആ ഒരു ടൈപ്പിലാണ് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇക്കാക്ക് ഇതൊക്കെ സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ KFC ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഏകദേശം നല്ല രീതിക്ക് തന്നെ KFC വന്നിട്ടുണ്ട്. ഞാൻ മുന്നേ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു അതാവായി തോന്നിയിട്ടില്ല, ഇപ്പം ശീലമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇക്കറിയാണ്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ടെൻഡർ കോക്കനറ്റിൻ്റെ കേക്കാണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രീം ആൻഡ് ക്രാഫ്റ്റിൻ്റെ എൻ്റെ ഫ്രണ്ടിനെ ചെയ്യുന്നതാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇത് അവരെ സിഗ്നേച്ചർ കേക്കാണ്. ഭയങ്കര നല്ല രസമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല പൾപ്പൊക്കെ വെച്ചിട്ട് റിയൽ ടെൻഡർ കോക്കനറ്റിൻ്റെ കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവരെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവരെ കോൺടാക്റ്റിംഗ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് തന്നെ കൊടുക്കുക, നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല കേക്കായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ KFC ഒക്കെ കഴിച്ചു, മയോണീസൊക്കെ കൂട്ടി KFC ഒക്കെ കഴിച്ചു. അപ്പം ഒരു റിവ്യൂ കാണിച്ചു തരാം KFCൻ്റെത്. അപ്പോൾ ഇത് ഇക്കാടെ കാരണവരുടെ മോനാണ്. അപ്പോൾ അവൻ കഴിച്ചിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ. അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ.